അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റിൽ നമുക്കിതാ സൈഡിൽ ഇങ്ങനെ ടീത്തും ടെക്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ണാടി അമങ്ങുന്ന ഇഷ്യൂസൊന്നും തന്നെ ഇതിൽ വരില്ല. ഈ ഒരു പാഡിങ്സ് സ്പെക്സ് കോമ്പാക്റ്റബിൾ കൂടി ആക്കി മാറ്റിയിരിക്കുകയാണ്. DOT EC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഈ ഒരു പ്രോ വെർഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് ഷാർപ്പ് റേറ്റിംഗും അതേപോലെ ISI റേറ്റിംഗും കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തണ്ടർ 3 പ്രോയുടെ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സേഫ്റ്റി സൺഡേസ്. MDയുടെ തണ്ടർ 3 പ്രോ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആക്ച്വലി MD തണ്ടർ 3 എന്ന് പറയുന്ന ഒരു സക്സസർ മോഡലാണ് MDക്ക് വേണ്ടിയിട്ട്. സോ തണ്ടർ 3 പ്രോ എന്നുള്ള പേരിലവർ ഈ കാണുന്ന മോഡലിനെ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലിൽ വ്യത്യാസം വരുന്നുണ്ട്, അതേപോലെ തന്നെ സേഫ്റ്റി റേറ്റിംഗ്സിൽ വ്യത്യാസം വരുന്നുണ്ട്, എസ്തെറ്റിക്കലി ഈ ഒരു ഹെൽമെറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ നമ്മൾ കണ്ട് പരിചയിച്ച ആ ഒരു സിമിലർ MD തണ്ടർ 3 ഡിസൈൻ തന്നെയാണ് തണ്ടർ 3 പ്രോയ്ക്കും MD കൊടുത്തിരിക്കുന്നത്. എന്താണ് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്കൊരു ഷാർപ്പ് സ്പോയിലറും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് ട്രെൻഡാണ് ഇപ്പം ഹെൽമെറ്റ്സിൽ സ്പോയിലറും ഇല്ല എന്നുള്ളത്. അതിപ്പം 1 ലക്ഷം രൂപയുടെ ഹെൽമെറ്റ് ആയിക്കോട്ടെ, ഇതുപോലെ മിഡ് റേഞ്ച് ഹെൽമെറ്റ് ആയിക്കോട്ടെ, ഏറ്റവും ബേസ് ഹെൽമെറ്റ് അതായത് ഒരു 1000-2000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഹെൽമെറ്റ്സ് പോലെ ഇപ്പം പ്ലാസ്റ്റിക് സ്പോയിലേഴ്സ് കൊടുക്കുന്നുണ്ട്. എസ്തെറ്റിക്കലി കൊടുക്കുന്നതാണ്. പക്ഷേ ഇതുപോലെയുള്ള ഹെൽമെറ്റ്സിന് അത് കുറേ കൂടെയൊക്കെ അത് എയറോഡൈനാമിക്കലി ഇതിനെ ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി സ്പോയിലർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ആട്ടമോ ഇളക്കമോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ബാക്കിൽ സ്ക്രൂ കൊണ്ട് ബോൾട്ട് ഓൺ ചെയ്തിരിക്കുന്നതാണ്. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന തണ്ടർ 3യുടെ അതേ ഒരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഞാൻ പറയാൻ കാരണം ഓൾറെഡി തണ്ടർ 3 ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തെ ഒരു അപ്ഗ്രേഡാണ് എൻ്റെ തണ്ടർ 3ലേക്ക് തന്നെ. എൻ്റെ ഫസ്റ്റ് ഹെൽമെറ്റ് തണ്ടർ 3 ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു തണ്ടർ 3 തന്നെ യൂസ് ചെയ്തു. നമ്മുടെ ഓൾ കേരള റൈഡിനും മറ്റും നമ്മൾ ആ ഒരു ഹെൽമെറ്റ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പം അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് മോഡലാണ് ഈ തണ്ടർ 3 പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി റേറ്റിംഗിൽ ഞാൻ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇത് ഷാർപ്പ് 4 റേറ്റഡും കൂടെയാണ്. നേരത്തെ നമുക്ക് DOT EC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഈ ഒരു പ്രോ വെർഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് ഷാർപ്പ് റേറ്റിംഗും അതേപോലെ ISI റേറ്റിംഗും കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ഹെൽമെറ്റ്സ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ISI റേറ്റിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു MD മോഡൽസ് നമുക്കിപ്പം ISI സിമ്പിൾ അല്ലെങ്കിൽ ISI സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. അതിന് പുറമെ നമുക്ക് DOT സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. EC 22.05 സർട്ടിഫിക്കേഷനും ഈ ഒരു ഹെൽമെറ്റ് കിട്ടുന്നുണ്ട്. കൂടെ ഷാർപ്പ് 4 സർട്ടിഫൈഡ് കൂടിയാണ് ഈ ഒരു ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷെല്ലിന് പ്രീവിയസ് ജനറേഷനെക്കാളും ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പോളികാർബണേറ്റ് ഷെല്ലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വൈസർ എന്ന് പറയുന്നത് പോളികാർബണേറ്റ് ആണ്. 2.2 mm തിക്നെസ് വരുന്ന പോളികാർബണേറ്റ് വൈസറാണ് ഇതിന് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഈസിലി ക്വിക്ക് റിലീസാണ്, റിമൂവബിൾ ആണ്. അതേപോലെ തന്നെ അകത്ത് നമുക്കൊരു സെക്കൻഡറി UV സൺ വൈസറും കൂടെ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. സോ ടൂറിംഗ് പർപ്പസിനൊക്കെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരു മോഡലാണ് MD തണ്ടർ 3 പ്രോ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ ഇത് ഗ്ലാസ് കോമ്പാക്റ്റുകൾ കൂടിയാണ്. അത് iWears കോമ്പാക്റ്റബിൾ. നമ്മൾ ടെക്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ണാടി അമങ്ങുന്ന ഇഷ്യൂസൊന്നും തന്നെ ഇതിൽ വരില്ല. ഈ ഒരു പാഡിങ്സ് സ്പെക്സ് കോമ്പാക്റ്റബിൾ കൂടി ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി അകത്തെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കർ പോക്കറ്റ്സ് അവൈലബിൾ ആണ്. സോ ഇൻ്റർകോംസ് യൂസ് ചെയ്യുന്നവർക്ക് ഈസിലി ആ സ്പീക്കർ പോക്കറ്റ്സ് നമ്മുടെ സ്പീക്കർ മൗണ്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ റിമൂവബിൾ ആൻഡ് വാഷബിൾ ആണ് പാഡിങ്സ് എല്ലാം തന്നെ. ചിൻകട്ടൻ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഡബിൾ ഡീറിംഗ് ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. MD തണ്ടർ 3 നമുക്ക് ആദ്യം ഡബിൾ ഡീറിംഗ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വന്നിരുന്ന കുറച്ച് മോഡൽസ് വന്നപ്പോഴത്തേക്ക് MD അത് മാറ്റിയിട്ട് ക്വിക്ക് റിലീസ് മെക്കാനിസം ആക്കി. ഇപ്പോൾ വീണ്ടും ഡബിൾ ഡീറിംഗിലേക്ക് തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോസ് വിൻഡ് ഡിഫ്ലക്ടർ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് അകത്തെ ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം പാഡിങ്സ് ആണ്, വളരെ കംഫർട്ടബിൾ പാഡിങ്സ് ആണ്. ഹോൾ ഡേ നമ്മളിത് വെച്ചെന്ന് പറഞ്ഞാലും പാഡിങ്സ് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിക്കാണ് ഇതിൻ്റെ പാഡിങ്സ് ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അതൊരു യൂസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അത്രയാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്. എക്സ്റ്റീരിയറിൽ ഇനിയും എയർ വെൻറ്റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചിൻ ഏരിയയിൽ ഒരെണ്ണം വരുന്നുണ്ട്, ടോപ്പ് ഏരിയയിൽ ഒരെണ്ണം വരുന്നുണ്ട്. അതിൻ്റെ എക്സോസ്റ്റ് നമുക്ക് ഈ ഒരു ബാക്കിലാണ് വരുന്നത്. ഇത്രയാണ് അതിൻ്റെ എയർ വെൻറ്റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1550 ±50 ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇപ്പോൾ പ്രീവിയസ് ജനറേഷനേക്കാളും കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു തണ്ടർ 3 പ്രോ സീരീസിലേക്ക് വരുമ്പോഴത്തേക്ക്. മാത്രമല്ല ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫീലും തരുന്നൊരു ഹെൽമെറ്റാണ്. അല്ലാണ്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ക ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റാണ്. അപ്പോൾ ഈ തണ്ടർ 3 പ്രോയുടെ തന്നെ നമുക്ക് പല ഗ്രാഫിക്സ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇതിപ്പോൾ തണ്ടർ 3 ഡെയ്മർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് തണ്ടർ 3 ബ്ലേസ് ആണ്. ഇത് കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റിൽ നമുക്കിതാ സൈഡിൽ ഇങ്ങനെ ടീത്തും ഇവിടെ ഏലിയൻ കണ്ണുകൾ പോലെയുള്ള ഇതൊക്കെ വെച്ചിട്ടൊരു നൈസ് അട്രാക്റ്റീവ് ഡിസൈനാണ്. ഇതിൻ്റെ പേര് വരുന്നത് തണ്ടർ 3 യാൺ എന്നാണ്. സോ അങ്ങനെ പല 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 കളർ ആൻഡ് ഗ്രാഫിക്സ് ഓപ്ഷൻസിൽ ഈ തണ്ടർ 3 നമുക്ക് അവൈലബിൾ ആണ്. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തണ്ടർ 3 പ്രോയുടെ പ്രൈസ് വരുന്നത് 6800 രൂപയാണ്. അപ്പോൾ ഒരു പ്രീമിയം പ്രൈസ് റേഞ്ച് നിൽക്കുന്ന ഒരു ഹെൽമെറ്റ് തന്നെയാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വർത്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ടോട്ടലി വർത്താണ്. കാരണം ഇത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ക്രാഷസ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത് ഞാൻ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഹെൽമെറ്റ് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും. നിങ്ങളൊരു 7000 റുപ്പീസിനുള്ളിൽ ഒരു നല്ല ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ്
ഹെൽമെറ്റുകളിൽ നിന്നാണ് MD Thunder 3 Pro എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പം ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വിപരീതമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം അതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്നത്. MD Thunder 3 Pro, ഒരു പ്രീമിയം മിഡ് റേഞ്ച് ഹെൽമെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഹെൽമെറ്റ് വിശേഷങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ താഴെ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒട്ടുമിക്ക സ്റ്റോറുകളിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡൽ കൂടിയാണ് MD Thunder 3 എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് പോപ്പുലറാണ്, അത്രയ്ക്ക് ഡിമാൻഡിങ് ആയിട്ടൊരു മോഡലാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക റീറ്റെയിൽ സ്റ്റോറുകളിലും നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരുപാട് റൈഡിങ് ഗിയേഴ്സ് ഇൻട്രൊഡ്യൂസിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സേഫ്റ്റി സൺഡേസ് എന്നുള്ള ഒരു ബാനറിൽ. മാത്രമല്ല നമ്മൾ റിവ്യൂ വീഡിയോസും പോസ്റ്റ് ചെയ്യാറുണ്ട്. മോട്ടോർ സൈക്കിൾ റിവ്യൂസ്, അതുപോലെ മോട്ടോർ സൈക്കിൾ യൂസ്ഫുൾ ടിപ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. ഇതുപോലെ യൂസ്ഫുൾ ഓട്ടോമോട്ടീവ് കണ്ടന്റ് നിങ്ങൾക്ക് എന്നും കാണാൻ കിട്ടുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സേഫ്റ്റി ഹീറോ മറ്റൊരു മോട്ടോർ സൈക്കിളുമായിട്ട് കാണുന്നത്